കട്ടപ്പന ഇടുക്കി കവല ബൈപ്പാസ് റോഡ് ടാർ ചെയ്തെങ്കിലും അരികു കോൺക്രീറ്റ് ചെയ്യാത്തതിനാൽ വലിയ കട്ടിംഗായി നിൽക്കുന്നത് യാത്രക്കാരെയും കച്ചവടക്കാരെയും വലയ്ക്കുകയാണ്. നവകേരള സദസ്സിൽ 1 കോടി രൂപ അനുവദിച്ചാണ് ഈ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഫെബ്രുവരി പകുതിയോടെ ആരംഭിച്ചത്. പണികൾ വൈകിയത് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതിനെതിരെ പ്രതിഷേധം ശക്തമായതോടെയാണ് ടാറിംഗ് ജോലികൾ പൂർത്തിയാക്കിയത്. റോഡ് നിർമ്മാണം പൂർത്തിയായത് ആശ്വാസമായെങ്കിലും ടാറിങ്ങിന്റെ ഇരുവശങ്ങളിലും വലിയ കട്ടിംഗാണ് നിലവിലെ പ്രതിസന്ധി. ഇതുമൂലം പാതയോരത്തുള്ള വിവിധ കച്ചവട സ്ഥാപനങ്ങളിലേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. വാഹനവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ് ഈ റൂട്ടിൽ കൂടുതലായുള്ളത്. അവിടങ്ങളിലേക്ക് വാഹനങ്ങൾ എത്തിക്കുവാൻ കഴിയാത്ത സ്ഥിതിയാണ്. ചിലർ താൽക്കാലികമായി ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഭൂരിഭാഗം സ്ഥലങ്ങളിലും അപകടാവസ്ഥ നിലനിൽക്കുകയാണ്. ചിലയിടങ്ങളിൽ ചെളിക്കുണ്ടായി മാറിയിരിക്കുന്നതും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ആ ടാറിങ് വിട്ട് നമുക്ക് താഴോട്ട് ഇറങ്ങാൻ പറ്റിയാത്ത രീതിയിൽ ഒരടി കട്ടിങ് ആയിട്ട് നിൽക്കുക. അപ്പോൾ ഏറ്റവും അടിയന്തരമായിട്ടും ഇത് ഒരടി കട്ടിങ് മാറ്റി സൈഡ് ഐറിഷോടെ തീർത്ത് തരാൻ ഉള്ള ആവശ്യമാണ് ഇവിടുത്തെ നാട്ടുകാർക്ക് അധികാരികളോട് പറയാനുള്ളത്. പിന്നെ ഇടതുവശത്തൂടെ ഇവിടുത്തെ ഈ റോഡിൻ്റെ ഇടതുവശത്ത് ഒരു കാൽനടക്കാരന് മാറി നിൽക്കാനുള്ള സൗകര്യം പോലും ഇല്ല. എതിരെ വാഹനങ്ങൾ വരുമ്പോൾ സൈഡ് നിൽക്കുന്ന വാഹനങ്ങൾ കട്ടിങ്ങിൽ നിന്ന് താഴേക്ക് ഇറക്കിയാൽ അടിവശം ഇടിച്ച് കേടുപാടുകൾ സംഭവിക്കുന്ന സ്ഥിതിയാണ്. ടാറിങ് കഴിഞ്ഞതിനാൽ വാഹനങ്ങൾ വേഗതയിൽ വരുമ്പോൾ അരികു നൽകാൻ കഴിയാതെ വരുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുമുണ്ട്. ബൈപ്പാസിൽ നിന്ന് ഇടുക്കി കവല ഭാഗത്തേക്ക് കയറി ചെല്ലുന്ന മേഖലയിൽ റോഡിന്റെ വശങ്ങളിൽ കാട് വളർന്നു നിൽക്കുന്നതും ഭീഷണിയായിട്ടുണ്ട്. ടാറിങ്ങിന്റെ ഇരുവശവും കോൺക്രീറ്റ് ചെയ്ത് അപകടാവസ്ഥ ഒഴിവാക്കാൻ നടപടി വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.